أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو له الأسماء الحسنى. صدق الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിലും കണിശതയിലും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ഖുത്ബകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോയത്. അള്ളാഹു നമ്മളുടെ റബ്ബാകുന്നത് എങ്ങനെ, അള്ളാഹു എന്തുകൊണ്ട് അതിനാൽ തന്നെ നമ്മളുടെ റബ്ബാകുന്ന അള്ളാഹു അതുകൊണ്ട് തന്നെ എന്തിനാൽ ഇലാഹാകേണ്ടതുണ്ട്, ഇതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകളും നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും. അള്ളാഹു നമ്മളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിനൊരു 5 അർത്ഥമുണ്ട്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ഖാലിക്കായ അള്ളയാണ്, നമ്മളുടെ റാസിക്കായ അള്ളയാണ്, നമ്മളെ പോറ്റുന്ന പരിപാലിക്കുന്ന അള്ളയാണ്, നമുക്ക് റിസ്ക് തരുന്നത് അവനല്ലാതെ മറ്റാരുമല്ല. അവനാണ് ജീവന്റെ കാരണക്കാരൻ, അവൻ മുഹയ്യാണ്. അൽ മുമീത്ത്, അവനാണ് മരണം നിശ്ചയിക്കുന്നവൻ. അൽ മുദബ്ബിർ, അവനാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവെ ഇത് 5മായി ഏറ്റവും ചുരുങ്ങിയത് ഈ ആശയങ്ങളിലെങ്കിലും അള്ളാഹു നമ്മളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅല, നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പുകഴുകളെ നമ്മൾ വാഴ്ത്തുന്നത്, അള്ളാഹുവിനെ വിളിച്ച് സ്തുതിക്കുന്നത്. എൻ്റെ റബ്ബായ അള്ളാഹ്. 2 രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നുകിൽ അല്ലാഹുമ്മ എന്നാണ് പറയുക, അള്ളാഹുവേ, അല്ലെങ്കിൽ റബ്ബന, ഞങ്ങളുടെ റബ്ബേ. അപ്പൊ ഇത് പ്രകാശിപ്പിക്കുന്ന ഒരാശയം, ഈ 2 വാക്കുകൾ, അതല്ലെങ്കിൽ അള്ളാഹു റബ്ബാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു കനം, ഗാംഭീര്യം, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും കാരണമായ, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വസമയവും ഇടപെടുന്ന അങ്ങനെ ഒരുവനാണ് അള്ളാഹുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്ക് കൊടുക്കും? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധനയുടെയും അനുസരണത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഒക്കെ ഇടം അത് അല്ലാഹു തന്നെയാവുകയാണ് തരം. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക്, അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാര്യമായി സംസാരിച്ചത്. അതിന്റെ ഭാഷാർത്ഥം തന്നെ അങ്ങനെയാണെന്ന് നമ്മൾ ആ സമയത്ത് കണ്ടു. ഉന്നതനായ അള്ളാഹ്. ഇർത്തിഫ എന്നൊരർത്ഥമുണ്ട് അറബി ഭാഷയിൽ അലഹ എന്ന് പറഞ്ഞാൽ. അലഹ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നു, മറഞ്ഞ അള്ളാഹ്. നിങ്ങൾ കാണുന്നില്ല, മറഞ്ഞിരിക്കുന്ന അള്ളാഹ്. അതേസമയം നിങ്ങൾ വ്യഗ്രതയോടുകൂടി
നിങ്ങൾ ഓടിച്ചെല്ലേണ്ടുന്ന അല്ല. അറബി ഭാഷയിൽ അലഹൽ ഫസീലു ഇല ഉമ്മിഹി, ഒട്ടകക്കുട്ടി ആട്ടിൻകുട്ടിയൊക്കെ സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ തുള്ളിച്ചാടി വീണ്ടും ഇങ്ങനെ അടുത്ത് വരുന്നതിന് അലഹ എന്ന് പറയാം. അപ്പോൾ ഇലാഹ് ഭാഷാപരമായി തന്നെ ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന് സാങ്കേതികാർത്ഥത്തിൽ അതിന് മഅബൂദ് എന്ന് പറയാം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദ്, നമ്മുടെ ഇബാദത്തിന്റെ ഇടമായ അള്ളാഹ്. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ ഇലാഹാക്കുന്ന, അള്ളാഹുവിനെ റബ്ബാക്കി മനസ്സിലാക്കുന്ന നമ്മൾ, അള്ളാഹു അവിടെ നിന്നും അപ്പുറം കടന്ന് നമ്മളോട് വിശദീകരിച്ച് പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇതാണ് ഇതിന്റെ ബന്ധം കേട്ടോ. കഴിഞ്ഞ 2 ഖുതുബകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു ആമുഖം ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു തുടർച്ചയിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇത്. അവിടെ നിന്നും നമ്മൾ കേട്ട് നമ്മുടെ ഏതോ ഒരു ധാരണയിൽ പ്രഭാഷണമോ അതല്ലെങ്കിൽ ഖുതുബയൊന്നുമായിട്ട് പോകേണ്ടതൊന്നുമല്ല. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മറ്റ് ഉമ്മത്തുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ വഹദാനീയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഏകത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഏകത്വം അനുസരണത്തിൽ, ആരാധനയിൽ, കീഴ്പ്പെടലിൽ, ജീവിതത്തിലെ പരമപ്രധാനമായി അള്ളാഹുവിനെ മാത്രം കാണുന്നതിൽ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അല്ലാഹു ലാ ഇലാഹ, ഈ അള്ളയെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് അതിസുന്ദരമായ നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ എത്രയോ ഇന്നലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 99 എന്നുള്ളത് ഒരു സിമ്പിൾ കൂടിയാണ്, അതൊരു പ്രതീകം കൂടിയാണ്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതിനെ ഇഹ്സാ ചെയ്തവൻ, അതിനെ തിട്ടപ്പെടുത്തിയവൻ, അതിനെ മനസ്സിലേക്ക് മനഃപ്പാഠമാക്കിയവൻ, അതിനെ മനസ്സിൽ ധ്യാനാത്മകമായി വരിച്ചവൻ, മനസ്സിലേക്ക് ഏറ്റെടുത്തവൻ. ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഫഹ്മു മആനിഹ, അതിന്റെ അർത്ഥങ്ങളെ യഥാവിധം മനസ്സിലാക്കിയവൻ ദഖലൽ ജന്ന. കാരണം അള്ളാഹുവിനെ അവനാണ് മനസ്സിലാക്കിയത്. ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇപ്പൊ അള്ളാഹിനിപ്പോ നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അതല്ലാതെ വേറെ എന്താണ് വഴി? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരാളിരിക്കുന്നു, ഇയാൾ എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ചിലപ്പോൾ പ്രൊഫഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കും, അയാൾ ഡോക്ടറാണ്, അതിന് അയാൾ ടീച്ചറാണ്, അയാൾ ബിസിനസ്സുകാരനാണ്, അയാൾ വിദ്യാർത്ഥിയാണ്, അതല്ലെങ്കിൽ അയാൾ ഗൾഫ് റിട്ടേണിയാണ്, അതല്ലെങ്കിൽ ഗൾഫിലേക്ക് ഇപ്പൊ പോയ ആളാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഓരോരുത്തരുടെയും നിലവിലെ സ്ഥാനവും അയാളുടെ ജോലിയും അയാളുടെ യോഗ്യതയും അയാൾ വരുന്ന സ്ഥലവും ഇതൊക്കെയാണല്ലോ അയാൾ എന്ന് പറഞ്ഞത്, അയാളുടെ പേരല്ലല്ലോ. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയാതിരിക്കുന്ന അയാൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴാണ്. അപ്പൊ അല്ലാഹ് പറയുന്നു, നിങ്ങളുടെ റബ്ബായ ഇലാഹായ അള്ളാഹുവിനെ നിങ്ങൾ അറിയേണ്ടത് അള്ളാഹുവിന്റെ അതിസുന്ദരമായ നാമങ്ങളിലൂടെയാണ്. അതാര് പരിചയപ്പെടുത്തി തന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തി തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹു? അർ റഹ്മാൻ അർ റഹീം, മൊത്ത റഹ്മത്താണ്. അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വിശദാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഗുണഗണമായി, ആട്രിബ്യൂട്ടായി, വിശേഷണമായി പറയാണ്, അഡ്ജക്റ്റീവായിട്ട് പറയാണ് അർ റഹ്മാൻ അർ റഹീം. അപ്പൊ നമ്മുടെ ഒരു ബാധ്യതയാണ് എന്താണ്? അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് അന്വേഷിക്കല്. അപ്പൊ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് അറബി ഭാഷ അനുസരിച്ചുകൊണ്ട് പല രീതിയിൽ പറയും. റഹ്മാൻ എന്നുള്ള വാക്ക് റഹ്മത്തിൽ നിന്നുള്ളതാണെങ്കിലും അറബി ഭാഷാ നിയമം അനുസരിച്ച് ഫഅലാൻ എന്നുള്ള വാക്കിൽ നിന്നുള്ള, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. അറബി ഭാഷയിലെ ഏത് വാക്കുകളും ഈ ഫഅലയുടെ ഒരു മൂശയിലേക്ക് അങ്ങോട്ട് കൊടുക്കും, ഫഅലയുടെ അച്ചിലേക്ക് അങ്ങോട്ട് ഇടും, ഡൈയിലേക്ക് അങ്ങോട്ട് ഇടും. അപ്പോൾ റഹ്മാൻ എന്നുള്ള വാക്ക് വരുന്നത് ഫഅലാൻ എന്നുള്ളതിലേക്കാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ വ്യാപ്തിയാണ് അത് ഉൾക്കൊള്ളുന്നത്. അതായത് തരാതരം
ഈ ഒരു വകഭേദം ഒന്നുമില്ലാതെ, ഒരാൾക്കും പക്ഷഭേദമില്ലാതെ, ഒരർത്ഥത്തിലും ആരോടും ഒരു തരത്തിലുമുള്ളൊരു ബയസ്ഡ് ആകാതെ, പ്രത്യേകമായ എന്തെങ്കിലും ഒരു വിധേയത്വമോ മമതയോ വിദ്വേഷമോ ഇല്ലാതെ ഈ ലോകത്തെ റഹ്മത്ത് കൊണ്ട് കുളിപ്പിക്കുന്ന അല്ലാഹ്. ഇതാണ് അതിനെ ദുർറഹ്മത്തിൽ വാസിഅ എന്നൊക്കെ പറയും. ഇതൊരൊറ്റ ഉദാഹരണം. നമുക്ക് 99 നാമങ്ങളൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റൂല. അത് തുടർച്ചയായി പറയലും നമ്മുടെ ഖുത്ബയുടെ ഉദ്ദേശമല്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിക്കുക, അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിനെ അറിയുന്നത് അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ വാക്കുകളിൽ നിന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പേർത്തും പേർത്തും വീണ്ടും വീണ്ടും തുടരെ തുടരെ ഖുർആനിൽ എല്ലായിടത്തും നമ്മൾ പറയണം. അതല്ലെങ്കിൽ നമ്മുടെ പാരായണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാം റഹ്മാനായ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മാൻ എന്നുള്ള ഗുണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അള്ളാഹിന്റെ റഹ്മത്ത് അള്ളാഹു നൂറാക്കി എന്ത് ചെയ്തിരിക്കുന്നു? വിഭജിച്ചിരിക്കുന്നു. കാരണം ആ 100ൽ 1 മാത്രമാണ് അവിടെ കൊടുത്തത്, ദുനിയാവിലേക്ക് വീതം വെച്ചത്. ഇതൊക്കെ കാത്തു വെച്ചേക്കാണ്. റഹീമായ അല്ലാഹ് ബാക്കി വെച്ചേക്കാണ്. ബിൽ മുഅ്മിനീന റഹീം, റഹീമ ഖുർആനിൽ ആയത്തുണ്ട്, മുഅ്മിനുകൾക്ക് റഹീമായ അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്തിന്റെ തേട്ടമാണ് നാളെയുള്ള പരലോകം. നമ്മൾ മാലിക് യൗമിദ്ദീനും അർറഹ്മാനുർ റഹീമും ചിലപ്പോ വിരുദ്ധമായ അർത്ഥമായിട്ട് മനസ്സിലാക്കും. പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തേട്ടമാണ്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ താല്പര്യമാണ് നാളെ പരലോകം ഉണ്ടാവുക എന്നുള്ളത്. മനുഷ്യരോടുള്ള കാരുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതിനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാ? വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തിന്റെ റഹ്മത്തായിക്കൊണ്ട് അള്ളാഹ് അയച്ചതാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറയാണ്, താങ്കളെ നാം അയച്ചത് ഈ ഒരു കാര്യത്തിനാണ്, റഹ്മത്തായിട്ടാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ചൂഴ്ന്നില്ല. ഖുർആനിലെ ഏതായത്തുകളിലൂടെയും പോകുമ്പോഴും റഹ്മത്തിലൂടെ പോകുമ്പോൾ അത് അള്ളാഹുവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മനോഹരമായ സാന്നിധ്യം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുടരെ തുടരെ പാരായണം ചെയ്തു പോവുക മാത്രമല്ല, അർത്ഥം മാത്രം നോക്കി പോവുകയല്ല, മറിച്ച് റഹ്മത്തും റഹ്മാനും റഹീമൊക്കെ വരുന്നിടത്തൊന്ന് നിൽക്കുക. കാരണം അള്ളാഹ് അവിടെ അള്ളാഹിനെ പരിചയപ്പെടുത്തുക. ഇത് തന്നെയാണ് ബാക്കിയുള്ള വാക്കുകൾക്കൊക്കെ വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് വീണ്ടും പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ഉപയോഗിച്ച പദത്തിൽ അള്ളയുണ്ട്, റബ്ബുണ്ട്. റബ്ബിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിലൂടെയാണ് അള്ളാഹുവെ പരിചയപ്പെടുത്തുന്ന ഈ അസ്മാഉൽ ഹുസ്നയിലൂടെ നിങ്ങൾ അള്ളാഹുവെ പരിചയപ്പെട്ടാൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണം? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അത്തഅറുഫു അലല്ലാഹ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ. ഏതോ ഒരാൾ എഴുതിയ നോവലിലൂടെ, മറ്റൊരാൾ പാടിയ ഒരു പാട്ടിലൂടെ, കവിതയിലൂടെ, ഈ ലോകത്തെ മനുഷ്യരെ കുറിച്ച് എഴുതി വെച്ച വർണ്ണനകളിലൂടെയൊക്കെ നമ്മൾ ചില ആളുകളെയൊക്കെ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കലാമിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച രീതി അത് അൽ അസ്മാഉൽ ഹുസ്നയാണ്. അതുകൊണ്ട് അവയെ അറിയൽ, അവയുടെ പഠനം, ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർആനിൽ വരുന്ന ഇത്തരം പദങ്ങൾ റഹ്മാനുമായി ബന്ധപ്പെടുത്തിയിട്ട്, റഹ്മാൻ മാത്രമല്ല, റഹ്മാൻ റഹീമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വേറൊരു പദമുണ്ട്, ഖൈറുർ റാഹിമീൻ ഉണ്ട്, അർഹമുർ റാഹിമീൻ ഉണ്ട്, ദുർ റഹ്മത്ത് ഉണ്ട്. ഇങ്ങനെ റഹ്മത്തിന്റെ ഇങ്ങനെ അടയാളങ്ങൾ അനവധിയാണ് ഖുർആനിൽ. അപ്പൊ ഇതൊരു പഠനത്തിന്റെ ഭാഗമാകണം. അത്തഅറുഫു അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വിചാരിക്കുന്നവർക്ക് അവരുടെ പ്രഥമമായ അവരുടെ ഒരു മാർഗം, ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്നയാണ്. രണ്ടാമത്തേത് സിയാദത്തുൽ ഈമാനി വ തസ്ബീത്ത്. ഈമാനിനെ അടിയുറപ്പിച്ച് നിർത്താൻ ഇത് ആവശ്യമാണ്. അതായത് അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള ഖുർആനിൽ വന്ന ഈ 99 എന്നുള്ള കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. 99 എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ഖുർആനിൽ അങ്ങനെ എടുത്ത് നോക്കിയാൽ 100 കണക്കിന് പേരുകൾ കിട്ടും നിങ്ങൾക്ക്. നിശ്ചിതമായി ഇതൊക്കെ തന്നെയാണ്, ഇത് മാത്രം, ഈ 99 ബാക്കിയുള്ളതൊന്നും അസ്മാഉൽ ഹുസ്നയിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് ഇന്ന വാക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ
അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു റസ്സാഖാണ്, അള്ളാഹു അൽ മത്തീനാണ്, അള്ളാഹു അൽ മുഹൈമിനാണ്, അള്ളാഹു അൽ ഖഹാറാണ്, അള്ളാഹു അൽ ജബ്ബാറാണ്. ഇതിന്റെ അർത്ഥവും ഇതിന്റെ വിശദീകരണവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് വിശ്വാസിക്ക് അറിയാൻ പറ്റുക, അവന്റെ ഈമാനിനെ അവന് പിടിക്കാൻ പറ്റുക. ഇപ്പോ ഉദാഹരണത്തിന് അള്ളാഹിനെ കുറിച്ച് പറയുന്ന സംഗതിയാണ് അൽ ബാസിത്ത്, വിശാലമായി കൊടുക്കുന്നവൻ. അള്ളാഹിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ എന്താ? അള്ളാഹ് കുറെ തരണമെന്നാണ്. പക്ഷെ വേറൊരു ഭാഗത്ത് അള്ളാഹിനെ കുറിച്ച് പറയാണ് അൽമാനിയ. അള്ളാഹിന്റെ വേറെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടാണ് അൽമാനിയ, തടുക്കുന്നവൻ. വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലത്. അള്ളാഹിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ ഒക്കെ തരുന്ന അള്ളാഹ് മാത്രമാണ്. അൽമാനിയ കൂടിയാണ് അള്ളാഹ്. നിനക്കിത് വേണ്ടാന്നും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോ എനിക്കിത് വേണ്ട എന്ന് വെച്ച പടച്ചവനെ കൂടി ഞാൻ അറിയുമ്പോഴാണ് ഈമാൻ ബില്ല മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അൽ മുജീബ് അള്ളാഹിന്റെ വേറൊരു പേരാണ്. പ്രാർത്ഥനക്കൊക്കെ ഉത്തരം നൽകുന്നവൻ. എത്ര പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം കിട്ടിയോ? അപ്പോഴാണ് ഈ മുജീബ് പ്രാർത്ഥിച്ചതിന് ഉത്തരം നൽകുന്നവൻ, കൊടുക്കുന്നവൻ മാത്രമല്ല തടുക്കുന്നവനാണ്. നാഫിയ പോലെ ലാറു കൂടിയാണ്. എനിക്ക് ഉപകാരം ചെയ്യുന്നത് പോലെ എന്റെ ജീവിതത്തിൽ പ്രയാസം വരുത്തുന്നതുമായ അള്ളാഹുവാണ്. അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്റെ ജീവിതത്തിൽ ഇടപെടാൻ, അള്ളാഹുവിന്റെ മഖ്ലൂക്കായ അള്ളാഹുവിന്റെ സൃഷ്ടിയായ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഖാലിഖായ അള്ളാഹുവിനെ ലാ ഇലാഹ, അതുകൊണ്ടാണ് അവൻ എന്റെ ആരാധ്യനാകുന്നത്. അപ്പോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇതൊരു കാരണമാണ്. ഇതിന്റെ ഭാഷാപരമായ അർത്ഥത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെ രസകരമായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നാണ്. ഇപ്പൊ ഖുർആനില് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, സൂറത്തുൽ അറാഫ് 180 ആയത്താണ്. നിങ്ങൾ അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഏതാ? അല്ല അസ്മാ, ഖുർആനിലെ ആയത്താണ്. നിങ്ങളിങ്ങനെ നേരിട്ട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേമ്പൊടിയായി, അതിൻ്റെ ഒരു ആഭരണമായി, അലങ്കാരമായി നിങ്ങൾ അൽ അസ്മാഉൽ ഹുസ്നയെ ചേർത്തു വെക്കൂ. അതിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് അതിസുന്ദരമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് അതിന്റെ മൂന്നാമത്തെ ഒരു കാരണം ഈ പഠനത്തിന്റെ. മറ്റൊന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം തന്നെ. സ്നേഹമുണ്ട് ഒരു ഭാഗത്ത്, പ്രതീക്ഷയുണ്ട്. പക്ഷെ അതേസമയം അള്ളാഹുവിനോടുള്ള ഖശിയത്ത്, ബഹുമാനം കലർന്ന തന്നെ നമ്മളുടെ ഭയം, അത് യഥാർത്ഥത്തിൽ നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഴ്ചകളെ കുറിച്ച് നമുക്ക് അതിരുകളും അതിരടയാളങ്ങളും അതിർത്തികളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇവയിലൂടെ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് മാത്രമാണ് വഴി എന്ന് പണ്ഡിതന്മാർ പറയാം. ഇനി നോക്കുന്നു, നമ്മൾ ഇതിന്റെ പദങ്ങളിലേക്ക് വരിക. ഇപ്പൊ ഖുർആനില് ഇപ്പൊ റഹീം, അതുപോലെ തന്നെ അൽ അസീസ്, സമീഅ, അൽ ബസീർ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ അലീം, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഇതിൻ്റെയൊക്കെ ഒരു നേരത്തെ പറഞ്ഞ ഫഅല എന്ന് പറയുന്ന പദത്തിലേക്ക് ഇതിനങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഫഈൽ എന്ന് വരിക അല്ലെ. ഫഅലയിലേക്ക് ഇപ്പൊ റഹീം ഇട്ട് കൊടുത്താൽ എങ്ങനെ വരും? ഫഈൽ എന്ന് വരും. അതുപോലെ തന്നെ അസീസ് ഇട്ട് കൊടുത്താൽ ഫഈൽ എന്നിങ്ങോട്ട് കിട്ടും. കാരണം അതിന്റെ മൂഷ അതാണ്, അതിന്റെ ഒരു ഡൈ അതാണ്. അതിലേക്ക് അങ്ങോട്ട് എടുത്തു ആച്ചിലേക്കാണ് അതങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങുക. അറബി ഭാഷാ നിയമപ്രകാരം തന്നെ ഈ പദത്തിന് അർത്ഥം വരുന്നത് മാറ്റമില്ലാത്ത ഗുണം എന്നാണ്. അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങളുടെ പരിപൂർണതയും ശാശ്വതമായ ഭാവവും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആനില് ഈ ഫഈൽ എന്ന സ്വരത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ വന്നിട്ടുള്ളത്. ഒരു 10-30 നാമങ്ങളുണ്ട് അങ്ങനെ. ഇപ്പൊ അസീസ് അക്കൂട്ടത്തിൽ വന്നതാണ്. ഹക്കീം, അള്ളാഹു ഹിക്മത്തുള്ളവനാണ് എന്ന് പറഞ്ഞ അത് അള്ളാഹുവിന്റെ ശാശ്വതമായ ഭാവമാണ്. ജീവിതത്തിൽ വല്ലപ്പോഴും വരുന്നതല്ല. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു ഹിക്മത്തോടുകൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അള്ളാഹു എപ്പോഴെങ്കിലും ഇടപെടല്ല. അള്ളാഹുവിന്റെ നിരന്തരമായൊരു പ്ലാനിങ് അതിന് പിന്നിലുണ്ട്. റഹീം ഈ ലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്തും തുടരുന്ന റഹ്മത്തുണ്ട്. ഇനി ഭാഷാപരമായി ഇനി അടുത്ത ഇതിലേക്ക് കടന്നാൽ, അടുത്ത അതിന്റെ രൂപത്തിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഗഫൂർ, ഷക്കൂർ, വദൂദ്, റഊഫ്. നേരത്തെ പറഞ്ഞ അസീസ് പോലെയോ ഹക്കീബ് പോലെയോ അല്ല, അതിന്റെ സ്റ്റൈല് ഫഈൽ എന്നല്ല, എന്താണ്
ഫഊൽ എന്നായി. റഊഫ്, ഗഫൂർ, വദൂദ്, ഷക്കൂർ. അത് അറബി ഭാഷാ നിയമപ്രകാരം ഒരു ഗുണത്തിന്റെ വ്യാപ്തിയും അളക്കാനാകാത്ത ആഴത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങൾക്ക് അറബി ഭാഷാ നിയമപ്രകാരം ഭാഷാപരമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു ഇത് അളക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ പുറത്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ നേച്ചർ, പുറത്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ ഗുണം, സ്നേഹിക്കുന്ന അള്ളാഹു നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മളുടെ സ്നേഹമൊക്കെ മനുഷ്യരുടെ സ്നേഹം ആപേക്ഷികമാണ്. നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിനർത്ഥം നമുക്ക് കിട്ടുന്ന ഉപകാരമോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടിയ അതല്ലെങ്കിൽ ഒരു ഉപദ്രവം തടഞ്ഞതോ എന്തുമായി ബന്ധപ്പെട്ടൊരു സ്നേഹമാണ്. അതല്ലെങ്കിൽ നമ്മളുടെ ആശ്രിതരോ അതല്ലെങ്കിൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു സ്ഥലമുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഉപയോഗിച്ച പദം നോക്കൂ നിങ്ങൾ, അൽ വദൂദ് എന്നാണ്. ഹുബ് എന്നുള്ളത് പോലെയല്ല ഉപയോഗിച്ചത്, വദൂദ് എന്ന്. വുദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹുബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. പക്ഷേ പ്രകടിപ്പിക്കുന്ന സ്നേഹം, നിങ്ങൾ ഈ കാണുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രകടമാകുന്ന എല്ലാത്തിലും അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്. പ്രകാശമാണ്, അതല്ലെങ്കിൽ അത് പ്രകാശിതമാണ്, അത് പുറത്തുനിന്ന് കാണാൻ പറ്റും. അതിന്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് സാധ്യമാകും. ഈ ലോകത്തുള്ള എല്ലാറ്റിലും നിങ്ങളോടുള്ള അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഗഫൂറായ അള്ളാഹുവിനെ കുറിച്ച് വേറൊരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കാണും അൽ ഗഫാർ എന്ന്, അല്ലേ? ഖുർആനിലുണ്ട് അൽ ഗഫാർ. അപ്പോൾ ഫആലായി, നേരത്തെ ഫഈല് ശേഷം ഫഊല്, ഇപ്പോൾ എത്തുമ്പോൾ ഫആല. അപ്പോൾ അതിനർത്ഥം ആവർത്തിച്ച് വരുന്ന. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഖുർആൻ പഠനവും ഖുർആൻ വായനയും പാരായണവും നിങ്ങൾ നടത്തി നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഖുർആൻ പഠനം നടത്താനും നമുക്ക് സ്റ്റഡി സെന്ററുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ശരിയാണ്. പക്ഷെ അള്ളാഹുവെ നിങ്ങൾ അറിയേണ്ടത് എവിടെ നിന്നാണ്? അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിർത്തേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു പറയുന്നു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഇതിലൂടെ തന്നെ ആകണം. അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചെയ്യുന്നു. അൽ ഗഫാർ, അള്ളാഹിനെ കുറിച്ച് ഒരു ഭാഗത്ത് ഗഫൂർ എന്ന് പറഞ്ഞു, അളക്കാനാകാത്ത ആഴത്തെക്കുറിച്ച് പോലും അറിയാത്ത നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ പാപമോചനത്തെക്കുറിച്ചുമാണ് അൽ ഗഫൂർ പറയുന്നതെങ്കിൽ ഗഫാറിലൂടെ അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ പശ്ചാത്തപിച്ചു, പക്ഷെ വീണ്ടും നിങ്ങൾക്ക് പിഴച്ചു, ഒരേ കാര്യത്തിന് തന്നെ വീണ്ടും നിങ്ങൾക്ക് തൗബ വരുന്ന അള്ളാഹ് അൽ ഗഫാർ. ആവർത്തന സ്വഭാവമുള്ളത് എന്നാണ് അറബി ഭാഷയിൽ. ഇത് ഖത്താൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെന്നാണ്, എപ്പോഴും അടിപിടി കൂടുന്ന ഒരാളെന്നാണ്. അതായത് ഫആൽ എന്നുള്ളതിലേക്ക് ചേർന്നാൽ ആവർത്തന സ്വഭാവമുള്ളത്. അള്ളാഹിനെ കുറിച്ച് ആവർത്തന സ്വഭാവമുള്ളത് എന്ന് ഉപയോഗിച്ച പദങ്ങൾ നോക്കൂ നിങ്ങൾ. അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, നിങ്ങൾക്ക് തുറന്നു തരുന്നവൻ. അൽ ഫത്താഹ്, നിങ്ങൾക്ക് വിജയം തരുന്നവൻ. അടഞ്ഞടക്കായിരിക്കും, നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാത്തിനെ കുറിച്ച് അങ്ങനെയാണ് കരുതുക. ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വിഷയത്തിൽ ഇന്ന് വാർത്ത വായിക്കുമ്പോൾ ഇപ്പോൾ അള്ളാഹിന്റെ കാര്യത്തിൽ ഇടപെടൽ നടക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷേ മുജീബായ അള്ളാഹു, അൽ ഖഹാറായ അള്ളാഹു, അൽ ഫത്താഹായ അള്ളാഹു, തീർത്തും ഇതിനൊരു ആവർത്തന സ്വഭാവമുണ്ട്. അള്ളാഹു അതിൽ ഇടപെടും. പക്ഷേ അള്ളാഹു ഇടപെടുന്നതിനൊരു സമയമുണ്ട്. സുന്നത്തുല്ലാഹി അല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹിന്റെ സുന്നത്ത് അള്ളാഹ് ഈ ഭൂമിയിൽ നടപ്പാക്കണമെന്ന് കരുതുന്ന അള്ളാഹുവിന്റെ ഒരു രീതി, അത് അള്ളാഹുവിന്റെ മശീയത്തുമായി അള്ളാഹാണ് അത് തീരുമാനിക്കുക. അപ്പൊ ഈ 99 അതല്ലെങ്കിൽ 100-ലപ്പുറവുമുള്ള വിശുദ്ധ ഖുർആനിലെ ഇത് പഠിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. ഖുർആൻ പഠനം എളുപ്പവും, ഖുർആൻ പഠനവും എളുപ്പമായി തീരും കേട്ടോ. ഖുർആൻ ആ കൂടി 78,000 പദങ്ങളാണ് ഉള്ളത്. പക്ഷെ അതിൽ അള്ളാഹുവും റബ്ബും ഇലാഹും മാത്രം പഠിച്ച 4,000 പദങ്ങളാണ്. ഇലാഹു എന്നുള്ളൊരൊറ്റ വാക്ക് ഖുർആനിൽ 1000 തവണകളുണ്ട്, 978 തവണയുണ്ട്. റബ്ബുൽ ആലമീൻ എന്നുള്ള പദം മാത്രം വെച്ച് നിങ്ങൾ വിശദമായി ഖുർആനിന്റെ ഒരു നെയ്ത്ത് നൂലും സൂചിയാണത്. കാരണം ഒരു 40-50 തവണ വരുന്നുണ്ട് റബ്ബുൽ ആലമീൻ. അള്ളാഹ് എന്ന് പറയുന്ന ഒരു തനിച്ചുള്ള വാക്ക് 2500 തവണ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നത്.
ഇനി അസ്സമീ അൽ ബസീർ അൽ ഗഫൂർ ഇതിലൂടെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഖുർആൻ പഠനം ആ വാക്കുകളിലൂടെ തുടങ്ങും. ഈ 99 വാക്ക് പഠിച്ച് അതിന്റെ വെർബൊക്കെ എടുക്കുക. സമീ എന്ന് പറയുന്ന സമീഅയും, കരീം എന്ന് പറയുമ്പോൾ കറുമയും, അല്ലെ, അർ റസാഖ് എന്ന് പറയുമ്പോൾ റസക്കയും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ. ഖുർആനിലെ 10-20,000 പദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. 70-80,000 പദങ്ങൾ. ഈ 100 പദങ്ങൾ പഠിച്ചാൽ 20,000-ഓളം പദങ്ങൾ കവർ ചെയ്യാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ദീനിനെ പരിചയപ്പെടുത്താൻ ഈ വിശുദ്ധ ഖുർആനിനെയും നമുക്ക് മുമ്പിൽ വെച്ച് തന്നപ്പോ ഇത് വീണ്ടും വീണ്ടും ആവർത്തന സ്വഭാവമുള്ളതായി നമ്മൾ ഗഫൂറായ അള്ളാഹിനെ പദം അറിയാത്ത പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. സമീഅ എന്നും നമുക്ക് ഈ ഖുർആനിൽ തന്നെ കൂടുതൽ നമുക്ക് അറിയുന്ന കാര്യപ്പെട്ട ആയത്തുകൾ ഏതായിരിക്കും? ഇതൊക്കെ ആയിരിക്കും. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അതല്ലെങ്കിൽ എല്ലാവർക്കും കാണാപ്പാടുള്ള സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗമായിരിക്കും, അല്ലെ, അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, എല്ലാവർക്കും കാണാപ്പാടായിരിക്കും. അപ്പൊ അത്രമേൽ നമ്മളുടെ ജീവിതത്തിൽ എളുപ്പത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവെ അറിയാനും വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാനും തീർച്ചയായും ഈ പഠനം നമ്മളെ സഹായിക്കും. ഇതൊരിക്കലും അത് പൂർണ്ണമായല്ല അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് ആയിട്ടൊന്നും മനസ്സിലാക്കരുത്. പക്ഷേ നമ്മളുടെ വിശ്വാസത്തിന്റെ ഉലൂഹിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തൗഹീദുൽ റുബൂബിയത്തിനെ കുറിച്ചാണ് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത്. തൗഹീദുൽ അസ്മാ വസിഫാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകളിലൂടെ, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം. ആരാണ് റിസ്ക് തരുന്നത്? നിങ്ങളുടെ എംപ്ലോയർ ഒന്നുമല്ല. അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ അല്ല നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത്. റിസ്ക് കിട്ടിയാലും അത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയെ അറബി ഭാഷയിൽ റിസ്ക് എന്ന് പറയൂല. എത്രയോ പേർക്ക് റിസ്ക് ഉണ്ട്, ഇല്ലേ? റിസ്കിന്റെ ചെറുപ്പത്തില് ടൈമുണ്ട്, എനർജി ഉണ്ട്, കയ്യിൽ പൈസ ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ടൈമില്ല, പക്ഷേ എനർജി ഉണ്ട്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവസാന സമയത്തുമ്പോൾ ടൈമുണ്ട്, പൈസയുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ 45 വയസ്സ് ടൈമും ഉണ്ടാവും, അതല്ലെങ്കിൽ 50 സെറ്റിൽഡ് ആയ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ടൈം ഉണ്ടാവും അവർക്ക്, വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കും. സെറ്റിൽഡ് ആയവർ പൈസ ഉണ്ടാവും, എനർജി ഇല്ല. ജീവിതം എന്നുള്ള ഇതിന്റെ ഇത് എനർജിയുടെയും ടൈമിന്റെയും മണിയുടെയൊക്കെ ഇതിൽ നമ്മൾ കരുതുന്ന ഈ മണിയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മൾ മനസ്സിലാക്കി വെച്ചതിന്റെ നിസ്സാരതയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ റിസ്ക് ആര് തരുന്നു? നിങ്ങൾക്ക് ജീവിതം ആര് വർദ്ധിപ്പിച്ചു തരുന്നു? ആരാ വർദ്ധിപ്പിച്ചിരുന്നത്? ഡോക്ടറാ? മെഡിക്കൽ ഷോപ്പുകാരാ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് പുതിയ ജീവിതം തരുന്നതാര്? നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനമായി വഹാബ്. നിങ്ങൾക്ക് മക്കളെ സമ്മാനമായി കിട്ടിയില്ല. ആരാ തന്നാ? നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ കിട്ടേണ്ട ഒരു സ്വാഭാവിക ബൈ പ്രോഡക്റ്റ് ആണോ? അല്ല. കാരണം അങ്ങനെയല്ല ഈ ദുനിയാവിൽ പടച്ചോൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇന്നല്ലാഹു റസ്സാഖുമാണ്, വഹാബുമായ അള്ളയാണ് എനിക്ക് എൻ്റെ മോനെ തന്നത്. അങ്ങനെയെങ്കിൽ അതൊരു ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഹക്കീമായ, അസീസായ, ജബ്ബാറായ ഈ ലോകത്തെ ഭരണാധികാരികൾ, അല്ലേ, ഭരണാധികാരികളുടെയും ഭരണകൂടത്തിന്റെയും ഊക്കും ഇതൊക്കെ കണ്ടിട്ടാണ് മനുഷ്യന്മാർ പറയാവുന്ന സത്യം പോലും വിളിച്ചു പറയാതെ അനീതിയുടെ സാക്ഷികളായിട്ട് നിൽക്കുന്നത്. അവിടെ അള്ളാഹ് പറയാണ്, അല്ലാഹു അസീസുൻ ദുൻതിഖാം, പ്രതികാരം ചെയ്യുന്ന അള്ളാഹ്. അസീസായ അള്ളാഹ്, ഇസ്സത്ത് എന്നും അതുപോലെ നിലനിൽക്കുന്ന അള്ളാഹ്. ഈ ലോകത്ത് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അസീസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവന്റെ ഇസ്സത്തൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ തീരുമാനമാവും, അതല്ലെങ്കിൽ അവന്റെ ആയുസ് കഴിഞ്ഞ തീരുമാനവും. ഈ ലോകത്ത് ഒരു നല്ല ഭരണാധികാരിയെക്കുറിച്ചും അവൻ ഭരണാധികാരത്തിന്റെ ദൈവിക പാത പിന്തുടർന്നിട്ടില്ലെങ്കിൽ ചരിത്രത്തിൽ അവരൊക്കെ ചവിട്ടോട്ടയിലായിരിക്കും. കാരണം ഇസ്സത്ത് പിന്നെ അവർക്കില്ല, കൃത്രിമമായ ഇസ്സത്താണ്. അപ്പോ അൽ അസീസായ, അൽ ഹക്കീമായ, അൽ അലീമായ, അസ്സമീ ആയ, അൽ ബസീറായ, എത്ര മനോഹരമായിരിക്കും എന്നറിയും. ഇതിലൂടെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്കും അള്ളാഹുവെ മനസ്സിലാക്കുന്നതിലേക്കും ഇവയിൽ ഓരോന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ എന്തോ ഒരു പേരിന് അള്ളാഹിന്റെ ഈ ഒരു അസ്മാഇന് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ബന്ധമുണ്ടാവും. അത് നമ്മുടെ ഈമാനിന്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കും. പരശുരാൻ ആ നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനും ജീവിതത്തിൽ അവനെ മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും അത് കാരണമാക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ വെച്ചൊരു ആക്സിഡന്റിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുള്ളൊരു ആക്സിഡന്റിൽ ഗുഡ്ഗാവ് അടുത്ത് വെച്ച് വലിയൊരു ആക്സിഡന്റിന് വിധേയമായിരിക്കുകയാണ്. സുഹൃത്ത് ഇക്ബാൽ ഞങ്ങളുടെയൊക്കെ പരിചിത വൃത്തത്തിലുള്ള ഒരാളാണ്. അൽജാമിയയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരു ചെറുപ്പക്കാരനാണ്, 30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, കേരളത്തിൽ നമ്മുടെ സാധ്യമാകുന്ന നെറ്റ്വർക്കുകൾ എല്ലാവരിലും നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
കഴുത്തിന് താഴെയുള്ള ഭാഗത്ത് ഏകദേശം അതിൻ്റെ ഒരു നാഡീവ്യൂഹവുമായി ബന്ധപ്പെടുത്തിയ പരിക്കാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരത്തിന് ചെറിയൊരു റെസ്പോൺസൊക്കെ ഉള്ളതായിട്ട്, ഒരു ചെറിയൊരു പുരോഗതി ഉള്ളതായിട്ട് ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അല്ലാഹു അത്ഭുതകരമായ തിരിച്ചുവരവ് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ദീർഘകാലം ഇസ്ലാമിനും ഉമ്മത്തിനും വേണ്ടിയിട്ടൊക്കെ പണിയെടുക്കാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സ്വബർ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.